നമസ്തേ. ശ്രീ എസ് രമേശൻ നായരുടെ കിരാതം. വിശ്രുതൻ വിജയൻ നീ കേവലമൊരസ്ത്രത്താൽ വിശ്വപുഷ്കരങ്ങളെ കമ്പനം കൊള്ളിക്കുന്നു. എങ്കിലും ഒരു വനവേടന്റെ ഔദാര്യക്കാൽ എന്തിനേരത്തുഴിഞ്ഞിടുന്നു കിതപ്പോടെ. ആഴികൾ പിൻവാങ്ങും നിൻ പ്രതാപം അവന്റെ കാൽപൂഴിയിൽ കണ്ണീർ വീട്ടിക്കുഴയാൻ എന്തേ കാര്യം? കാടനെ അവനെ ദേവനെ പോലും നന്നാക്കിയിടുവാനല്ല തീർച്ച, തൻ കാര്യം കാണാൻ മാത്രം. എത്ര കാലമായി തപം ചെയ്യൂ നീ എന്തിനായി? ശത്രു സംഹാരത്തിനു ശക്തിയാർജിക്കാൻ മാത്രം. ശത്രുക്കളെന്നാൽ സ്വന്തം സോദരന്മാരാണ്. അമ്മ പെറ്റതാണവരെയും നിന്നെയുമെങ്കിൽ കൂടി സർവവും ഒടുക്കി നിൻ സ്വാർത്ഥമേ പുലർത്തേണം. ഗർവത്താൽ കൊന്നും വെന്നും ഭരിച്ചു സുഖിക്കേണം. ആ നാട് മരുപ്പറമ്പല്ലെങ്കിൽ ശവപ്പറമ്പാകില്ലേ? സമധൃഷ്ടരിൽ സ്നേഹം, സകലാദൃതം ഭാവം, സർവകാരുണ്യം ശീലം, സാത്വികം മനോഗതം, നിഷ്പക്ഷം ധർമാധർമ്മ ചിന്തനം, അഹിംസയാം നിഷ്കളങ്കത്വം, ദൈവതുല്യമാൗന്നത്യവും നിന്നെപ്പോലരചരിൽ ഗുണമായി ഭവിക്കേണമെന്നല്ലോ പാരമ്പര്യമനുശാസിപ്പൂ. പക്ഷേ നീ, നിന്റെ ആൾക്കാർ, നിന്റെ നാട്, നിൻ സിംഹാസനം ഈ മട്ടിലെല്ലാം നിന്റെ മാത്രമായി തീർക്കാൻ ജന്മമേ തുലയ്ക്കുന്ന പാർത്ഥ. നീ നേടാൻ പോകുവതൊന്നു മാത്രമാണ് അന്ത്യകാലത്തിൽ. ഗാന്ധീവവും ഇക്കണ്ട മണ്ണും നിന്റെ മക്കളും കുടുംബവും സ്തുതിപാഠകവൃന്ദങ്ങളും ചാമരക്കാറ്റും താലപ്പൊലിയും പ്രതാപവും വേർപിരിഞ്ഞ് ഒരു ശാപം പോലെ നീ അലയുമ്പോൾ സ്വച്ഛമൃത്യുവും നിന്നെ തീണ്ടുവാൻ അറയ്ക്കുമ്പോൾ എത്ര നിസ്സാരൻ നീ എന്നറിയാൻ തുടങ്ങുമ്പോൾ അന്യദുഃഖത്തെ ചൊല്ലിപ്പൊഴിക്കാൻ ഒരു തുള്ളി കണ്ണുനീരുണ്ടാകുമോ നിന്റെ പാഴ്ക്കുഴികളിൽ? മതിയാക്കുകീ വാശി ഫൽഗുന, മതിയാക്കുകീ വാശി ഫൽഗുന. കാട്ടാളന്റെ കനിവാൽ കൈവന്നൊരീ തീക്ഷ്ണമാവിച്ഛാശക്തി നീ നിന്റെ ഉള്ളിൽ തന്നെ തൊടുക്കുക. നിന്നിൽ നൂറല്ല 100,000 ശത്രുക്കളല്ലീ വാഴ്വൂ. അവരല്ലല്ലീ നിന്നെ പങ്കുവയ്ക്കുന്നു. നിന്റെ അറിവിനരക്കില്ലം പുകച്ചു തീ വയ്ക്കുന്നു. അവർ താനല്ലീ നിന്നെ ചൂതാടാൻ ക്ഷണിക്കുന്നു. അവരെ നിൻ കൃഷ്ണയെ വേദിയിലിഴയ്ക്കുന്നു. അവർ തന്നെയാം നിന്നെ കാട്ടിലേക്കയയ്ക്കുന്നു. അവരെ നിന്നെ കണ്ടു കൈകൊട്ടിച്ചിരിക്കുന്നു. അന്യരെ ലക്ഷ്യം വയ്ക്കും